വേദപുസ്തകത്തിൽ കർത്താവ് തളർന്നു പോകാതെ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നീ കുറച്ചു ദിവസം പ്രാർത്ഥിച്ചിട്ടുണ്ടാവും, മാറ്റമൊന്നും കാണാത്തപ്പോൾ പ്രാർത്ഥന വിട്ടുകാണും. പ്രാർത്ഥന വിട്ട ഉടനെ ഫലവും ഇല്ലാതായി, മനോവിഷമവും ആയി. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ശരിയാണ് ചേച്ചി. ഉത്തരം കിട്ടുന്നതുവരെ, നിനക്ക് അത്ഭുതം നടക്കുന്നതുവരെ പ്രാർത്ഥന വിടരുത്. എന്റെ ജീവിതം അവസാനിച്ചു, ഇനി ജീവിക്കാൻ വഴിയില്ല, ശക്തി നഷ്ടപ്പെട്ട് തളർന്നുപോയി, ഒരുപക്ഷെ ദുഃഖത്തോടുകൂടി, ചഞ്ചല മനസ്സോടുകൂടി ഇനി എനിക്ക് ജീവിക്കാൻ പറ്റില്ല, ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണോ നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്? അരുത് പ്രിയമുള്ളവരെ, നിങ്ങൾക്കൊരു പുതിയ ശക്തി നൽകുന്ന പരിശുദ്ധാത്മാവുണ്ട്. പ്രിയമുള്ളവരെ, യേശുക്രിസ്തുവിന്റെ മധുരമുള്ള നാമത്തിൽ നല്ല വീട് എന്ന ഈ പരിപാടിയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കുടുംബങ്ങൾ പടുത്തുയർത്താനും തിരുസഭയിൽ ഉണർവുണ്ടാകുവാനും സ്ത്രീകളുടെ പങ്ക് വളരെ പ്രധാനമാണ്. യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയിലും യേശുവിന്റെ കൂടെ ശുശ്രൂഷയിൽ അനേകം സ്ത്രീകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് സ്ത്രീകളുടെ ഇടയിൽ ഒരു ഉണർവുണ്ടാകണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടെ ഈ പരിപാടി ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച നാം ഒരിക്കലും തളർന്നു പോകരുത് എന്ന തലക്കെട്ടിലുള്ള പരിപാടിയാണ് കണ്ടത്. ഇന്ന് നിങ്ങളുടെ ശക്തി നഷ്ടപ്പെടുത്തരുത് എന്നതിനെ ആസ്പദമാക്കിയുള്ള പരിപാടിയാണ് കാണാൻ പോകുന്നത്. ആപത്ത് കാലത്ത് നീ തളർന്നു പോവുകയാണെങ്കിൽ ശക്തി ക്ഷയിച്ചു പോകും എന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നുണ്ട്. കഷ്ടപ്പാടുകൾക്കിടയിലും പരീക്ഷണങ്ങൾക്ക് നടുവിലും പ്രശ്നങ്ങളുടെ നടുവിലും ദൈവിക ശക്തി ഇല്ലാത്തതുകൊണ്ടാണ് അനേകം പേർ തളർന്നു പോകുന്നത്. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. നിങ്ങൾക്കും ഇതുപോലുള്ള വിഷമങ്ങളിൽ നിന്ന് പുറത്തു വരണമെങ്കിൽ കർത്താവിനായി കാത്തിരുന്ന് പ്രാർത്ഥിക്കുവിൻ, വേദപുസ്തകം ധ്യാനിക്കുവിൻ. നിങ്ങളുടെ ജീവിതത്തിലും ഉണർവുണ്ടായി പ്രകാശിക്കുന്നതാണ്. ഇപ്പോൾ നാം ആദ്യമായി കാണാൻ പോകുന്നത് ജ്യോതി ചേച്ചി എന്ന നാടകം. എന്താ ചേച്ചി, സുഖമാണോ? ബ്രദർ, ഇന്ന് ഞായറാഴ്ചയല്ലേ? നിങ്ങൾ ചർച്ചിലേക്ക് വന്നില്ലേ? നിങ്ങൾ ഞാൻ ചർച്ചിനകത്ത് കണ്ടില്ലല്ലോ. ചർച്ചിൽ നിന്നാ ചേച്ചി വരുന്നത്? സൺഡേ ചർച്ചിൽ പോകാതെ ആരെങ്കിലും ഇരിക്കുവോ? ചർച്ചിൽ നിന്നാണ് വരുന്നതെന്ന് പറയുന്നു, പക്ഷെ നിങ്ങളുടെ കൈ ബൈബിളില്ലല്ലോ. അത് മൊബൈലിലുണ്ടല്ലോ, ഇത് മതിയാകില്ലേ? അതെങ്ങനെ മതിയാകാനാ? മൊബൈലിലുള്ള ബൈബിള് ചർച്ചിനകത്ത് എങ്ങനെ വായിക്കാനാ? നിങ്ങളുടെ മൊബൈലും കയ്യിലുള്ള ബൈബിളും ഒന്നാകുമോ? ഇത് വിശുദ്ധ വേദപുസ്തകമാണ് ബ്രദർ. നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ വിശുദ്ധ മൊബൈലാണോ? പറഞ്ഞേ. എല്ലാരും ചെയ്യുന്ന തെറ്റ് നിങ്ങളും ചെയ്യരുത് ബ്രദർ. പള്ളിയിലേക്ക് തന്നെ നിങ്ങൾ ബൈബിൾ കൊണ്ടുപോയില്ലെങ്കിൽ വീട്ടിൽ എങ്ങനെയാണ് ദിവസവും നിങ്ങൾ ബൈബിൾ വായിക്കുക? ഇന്ന് ധാരാളം ക്രിസ്തീയ കുടുംബങ്ങളിൽ ബൈബിൾ വായിക്കുന്നത് പോലുമില്ല, പ്രാർത്ഥിക്കുന്നുമില്ല. നിങ്ങളും അങ്ങനെ ആകരുത്. ഇനി ഞങ്ങൾ ഈ തെറ്റ് ചെയ്യില്ല. ഞങ്ങളുടെ തെറ്റ് ഞങ്ങൾക്ക് മനസ്സിലായി ചേച്ചി. ശരി, എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ആയിക്കോട്ടെ. എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. കൈക്കൂലി കൊടുക്കാതെ ഇവിടെ ഒന്നും നടക്കില്ലെന്നാ ഞാൻ കരുതിയിട്ടിരുന്നത്. അതെല്ലാം തെറ്റിപ്പോയെന്നേ. പക്ഷെ ഇത് എങ്ങനെ സംഭവിച്ചെന്നറിയില്ല. 1 രൂപ പോലും കൈക്കൂലി കൊടുക്കാതെ ഇടേണ്ട കയ്യൊപ്പെല്ലാം അവര് തന്നെ ഇടുന്നു, കിട്ടേണ്ട പെർമിഷൻ എല്ലാം നമുക്ക് കിട്ടുന്നു. എല്ലാം ഒരു സ്വപ്നം പോലെയാ തോന്നുന്നത്. എങ്ങനെ ഇങ്ങനെയൊക്കെ സംഭവിച്ചേ? എന്താ സംഭവിച്ചെന്ന് നിങ്ങൾ ആദ്യം പറയേ. എങ്ങനെയാ സംഭവിച്ചെന്ന് ഞാൻ പറയാം.
കാശ് കൊടുത്താലേ ഒപ്പിടത്തോളൂ എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥന്മാരെ എല്ലാരെയും മാറ്റി. ഇന്നലെ പുതിയൊരു ഉദ്യോഗസ്ഥൻ വന്നിരുന്നു. അയാൾ ഭയങ്കര സ്ട്രിക്റ്റാ. വന്നപ്പോൾ തന്നെ പെൻഡിങ് ഫയലൊക്കെ എടുത്ത് അത് പ്രോസസ്സ് ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ പറ, നിങ്ങൾ എന്താ ചെയ്തത്? ഇന്ന് നീ ഉണരണം. ഒന്നിനും മടി കാണിക്കാതെ നീ ഒരുങ്ങി പുറപ്പെടണം. ചേച്ചി, ഇതൊക്കെ എനിക്കും അറിയാം. ചേച്ചി, ഈ പ്രശ്നത്തിൽ നിന്നും എനിക്ക് പുറത്തു വരാൻ കഴിയുന്നില്ല. ശരി, ഞാനൊരു വഴി പറഞ്ഞു തരട്ടെ. സുബി, ഇന്നൊരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ തളർച്ചയുണ്ടാകാനുള്ള പ്രധാന കാരണം എന്താണെന്നറിയാമോ? അവർക്കതിനുള്ള ശക്തിയില്ല. അതെ സുബി, നിന്റെ അടുത്ത് ആത്മീയ ബലമില്ലാഞ്ഞിട്ടാ. ആപത്ത് കാലത്ത് നീ തളർന്നു പോവുകയാണെങ്കിൽ നിന്റെ ശക്തി ക്ഷയിച്ചു പോകുമെന്ന് വേദപുസ്തകം പറയുന്നു. നീ ബലഹീനയായതുകൊണ്ടാണ് നീ തളർന്നു പോകാൻ ഇടയായത്. ഞാൻ നിനക്ക് കുറച്ച് വചനങ്ങൾ കൂടി പറഞ്ഞു തരാം. ഏലിയാവ് തളർന്നു പോയതുകൊണ്ട് ഒരു ദിവസം മാത്രമേ യാത്ര ചെയ്യാൻ കഴിഞ്ഞുള്ളൂ. പക്ഷേ ശക്തി കിട്ടിയതിനു ശേഷം 40 ദിവസം യാത്ര ചെയ്യാൻ കഴിഞ്ഞു. നമ്മുടെ ശക്തി പ്രാർത്ഥനയും വേദപുസ്തകവുമല്ലേ സിബി? നീ നല്ലവണ്ണം ബൈബിള് വായിച്ച് പ്രാർത്ഥിച്ച് എത്ര ദിവസമായി എന്ന് പറഞ്ഞേ? ചേച്ചി, ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. സുബി, വേദപുസ്തകത്തിൽ കർത്താവ് തളർന്നു പോകാതെ പ്രാർത്ഥിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നീ കുറച്ചു ദിവസം പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. മാറ്റമൊന്നും കാണാത്തപ്പോൾ അത് വിട്ടുകാണും. പ്രാർത്ഥന വിട്ട ഉടനെ ഫലവും ഇല്ലാതായി, തളർച്ച അനുഭവപ്പെട്ടു. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ശരിയാണ് ചേച്ചി. ഉത്തരം കിട്ടുന്നതുവരെ, നിനക്ക് അത്ഭുതം നടക്കുന്നതുവരെ പ്രാർത്ഥന വിടരുത്. എപ്പോഴും പ്രാർത്ഥിക്കണം, പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. നീ വേണമെങ്കിൽ നോക്കിക്കോ, കർത്താവ് നിന്റെ കാര്യത്തിൽ അത്ഭുതം ചെയ്യും. അതേ സമയത്ത് ബൈബിൾ മറക്കുകയും അരുത്. നീ ബൈബിൾ വായിച്ചില്ലെങ്കിൽ നിനക്ക് വിശ്വാസം ഉണ്ടാവില്ല, ശക്തിയും കിട്ടുകയില്ല. ഉത്തരം കിട്ടുന്നതുവരെ പ്രാർത്ഥിക്കാൻ വേദവചനങ്ങളാണ് നമ്മെ സഹായിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഒരു ദൈവ പൈതലിന് പ്രാർത്ഥനയും ബൈബിളുമാണ് ശക്തി. ആ ശക്തി നീ നഷ്ടപ്പെടുത്തരുത്. ശരിയാണ് ചേച്ചി. എന്റെ തെറ്റെന്താണെന്ന് എനിക്ക് മനസ്സിലായി. ചേച്ചി പറഞ്ഞതുപോലെ എനിക്കതിനുള്ള ശക്തിയില്ല. ഇനി ചേച്ചി കണ്ടോ, അത്ഭുതം നടക്കുന്നതുവരെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. ശരി. ഓക്കേടാ മോനെ, ബൈ, വരട്ടെ. ശരിക്കും അത്ഭുതപ്പെടുത്തിയിരിക്കോ? പ്രാർത്ഥനയ്ക്ക് ഇത്രയ്ക്ക് ശക്തിയുണ്ടോ? തീർച്ചയായും. പ്രാർത്ഥിച്ചാൽ നടക്കാത്തതായി ഒന്നുമില്ല. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത്? അത് ഞാൻ പറയാം. ഇതാ അങ്കിൾ, ഇത് ഡെയിലി വായിക്കണം. കൂടുതലായിട്ട് അറിയണമെങ്കിൽ ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി തരാം. അവരോട് ചോദിക്കേ, നിറയെ കാര്യങ്ങൾ പറഞ്ഞുതരും. ആരാ മോനെ? നിങ്ങളുടെ അമ്മ പറഞ്ഞ ജ്യോതി ചേച്ചിയാണോ? അവര് തന്നെയാണ് അങ്കിൾ. ചേച്ചി, ചേച്ചി പറഞ്ഞ കാര്യം ഞാൻ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണെന്നറിയില്ല, ഞാൻ തളർന്നു പോകുമ്പോഴൊക്കെ അതെനിക്ക് ബലം തന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. വളരെ ശരിയാണ്. വേദപുസ്തകം നമ്മുടെ ശക്തിയാണെന്നുള്ളത് ഇന്ന് ധാരാളം ക്രിസ്ത്യാനികൾ മനസ്സിലാക്കുന്നില്ല. ഒരു മനുഷ്യന് ആഹാരം എത്ര പ്രധാനമാണോ അതേപോലെ തന്നെ ഒരു ദൈവ പൈതലിന് വചനം വളരെ പ്രധാനമാണ്. നീ മുടങ്ങാതെ വായിക്ക, വീണ്ടും വീണ്ടും വായിക്കണം. നിന്റെ ജീവിതത്തെ വേദവചനം മാറ്റുമോനെ. അതെ ചേച്ചി, അതിലുള്ള വാക്കുകൾ എന്നോട് സംസാരിക്കുന്നുണ്ട്, എന്നിൽ നല്ല മാറ്റം ഉണ്ടാക്കുന്നുണ്ട്. കാരണം ആ വാക്കുകളിൽ ജീവനുണ്ട്. വായിക്കുന്നവരുടെ ജീവന് അത് നവോന്മേഷം നൽകുന്നു. അതെ സർ, 2 ദിവസം കൂടി തരാം. എന്താ ഇങ്ങനെ സംഭവിക്കുന്ന അറിയില്ലല്ലോ. നല്ലപോലെ ജോലി ചെയ്യുന്നുണ്ട്,
പക്ഷേ ഒരു 10,000 പോലും എൻ്റെ കയ്യിൽ എടുക്കാനില്ല. മാലതി, എന്താ ഏട്ടാ? മാലതി, എൻ്റെ അക്കൗണ്ടിലേക്ക് ഒരു 10,000 രൂപ ഇട്. ഇട്ടു തരാം, പക്ഷേ അതിന് എന്റെ അക്കൗണ്ടിൽ കാശുണ്ടാവണ്ടേ? എന്തുറ്റി? നിന്റെ ശമ്പളം എന്തി? എന്നോട് ചോദിക്കുന്നൊക്കെ അവിടെ നിക്കട്ടെ. നിങ്ങളുടെ ശമ്പളം എന്തായി? എനിക്കറിയില്ല മാലതി. ശമ്പളം കിട്ടുന്നത് എങ്ങോട്ട് പോകുന്നതേ അറിയില്ല. ഒരു 10,000 രൂപയ്ക്ക് വേണ്ടി എന്തുമാത്രം കഷ്ടപ്പെടണം? കഷ്ടപ്പെട്ടിട്ട് എന്താ പ്രയോജനം? എന്താ പ്രേക്ഷകരെ, ജ്യോതിച്ചേച്ചി എന്ന നാടകം കണ്ടില്ലേ? നിങ്ങളും തളർച്ചയില്ലാതെ ശക്തി നേടുവാൻ മുട്ടിപ്പായി പ്രാർത്ഥിക്കുക, ബൈബിൾ വായിക്കുക. ഇപ്പോൾ നിങ്ങൾ ശക്തി പ്രാപിച്ച് അനുഗ്രഹങ്ങൾ സ്വന്തമാക്കുന്നതിനായി സഹോദരി അനിത ബാനു അവർകളും സഹോദരികളും തയ്യാറായിരിക്കുകയാണ്. പ്രാർത്ഥനയോടെ ദൈവ സന്ദേശം കേട്ട് നിങ്ങളും കർത്താവിന്റെ അനുഗ്രഹങ്ങൾ സ്വന്തമാക്കുക. ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, ഇന്നേ ദിവസം നിങ്ങളെ കാണുന്നതിലും നിങ്ങളോട് സംസാരിക്കുന്നതിലും വളരെ സന്തോഷമുണ്ട്. നല്ല വീട് എന്ന ഈ പരിപാടി നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായിരിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇന്നേ ദിവസം ഈ 40ാമത്തെ എപ്പിസോഡിൽ നിന്റെ ശക്തി നഷ്ടപ്പെടുത്തരുത് എന്ന തലക്കെട്ടിൽ നമ്മൾ ചിന്തിച്ച് ധ്യാനിക്കുന്നതിൽ നമുക്ക് വളരെ സന്തോഷമുണ്ട്. എന്തുകൊണ്ടാണെന്നോ, ഒരു മനുഷ്യന്റെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെ ആയാൽ 80 സംവത്സരം എന്ന് സങ്കീർത്തനങ്ങൾ 90:10 നാം വായിക്കുന്നു. ഈ മനുഷ്യൻ 70 വർഷത്തിൽ ഏറിപ്പോയാൽ 80 വർഷം ജീവിക്കുന്നത് പോലെ കഴുകനും അങ്ങനെ തന്നെയാണ്. അതിന്റെ ആയുഷ്കാലം 70 വർഷമാണ്. അതിന് 40 വയസ്സാകുമ്പോൾ എന്തു ചെയ്യുന്നു വെച്ചാൽ അതിന്റെ ശക്തി നഷ്ടപ്പെടുന്നു. ശക്തി നഷ്ടപ്പെടുന്ന ഒരു ചുറ്റുപാടിൽ അത് എത്തുമെന്ന്. അപ്പോൾ അതെന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ അതിന്റെ ചിറകുകളുടെയും കൊക്കിന്റെയും അതിന്റെ കാൽ നഖങ്ങളുടെയും ശക്തിയൊക്കെ നശിക്കുമെന്ന്. അങ്ങനെ നശിച്ചു പോകുമ്പോൾ അത് എന്ത് ചെയ്യുമെന്നോ, ഞാൻ ബലഹീനനായല്ലോ എന്ന് ചിന്തിക്കാതെ എനിക്കും ജീവിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞ് എങ്ങോട്ടെങ്കിലും ചെന്ന് മലയിലോ പാറയിലോ ഒക്കെ പോയി തന്റെ നഖങ്ങളെയും അതേപോലെ കൊക്കിനെയും ആ പാറയിൽ ചെന്നിരുന്ന് ഒരച്ചുരച്ച് ആ കാൽ നഖങ്ങളെല്ലാം പൊട്ടിച്ചു കളയുമെന്ന്. അതേപോലെ തന്നെ അതിന്റെ ആ കൊക്കിന്റെ ഭാഗമെല്ലാം പൊട്ടിച്ചു കളയുമെന്ന്. അതേപോലെ തന്നെ ആ കഴുകിന്റെ ചിറകുകളുണ്ടല്ലോ, ആ ചിറകുകളെല്ലാം തന്നെത്താൻ പറിച്ചെടുത്ത് കളയുമെന്ന്. അതിന്റെ ചിറകുകളെല്ലാം ശക്തി ക്ഷയിച്ചു പോയതുകൊണ്ട് അത് തന്നെ സ്വയം പറിച്ചു കളയുമെന്ന്. അങ്ങനെ ആ ചിറക് നഷ്ടപ്പെട്ട കഴുകൻ എന്തു ചെയ്യുമെന്നോ, എല്ലാം നഷ്ടപ്പെട്ട് വലിയ പാറകൾക്കുള്ളിൽ മലയിടുക്കുകളിലൊക്കെ ചെന്നിരുന്ന് 5 മാസങ്ങളോളം കഴിയുമെന്ന്. അതായത് ഏകദേശം 150 ദിവസം ആ മലയിടുക്കുകളിൽ ചെന്ന് അവിടെ തന്നെ കിടക്കുമെന്ന്. അങ്ങനെ അത് അവിടെ കിടക്കുമ്പോൾ അതിന്റെ ചിറകുകളും അതിന്റെ കാലിലെ നഖങ്ങളും അതിന്റെ കൊക്കുമെല്ലാം, അതായത് എല്ലാം വീണ്ടും പുതിയതായി വളർന്ന് വീണ്ടും പുറത്തേക്ക് വരുമെന്ന്. അങ്ങനെ വീണ്ടും ആ കഴുകൻ പുറത്തേക്ക് വരുമ്പോൾ അതിനൊരു പുതിയ ശക്തി കിട്ടുമെന്ന്. അതിനുശേഷം അത് 30 വർഷം ജീവിച്ചിരിക്കാറുണ്ട്. മനുഷ്യനെ പോലെ 70 വർഷം മനുഷ്യൻ ജീവിച്ചിരിക്കുന്നത് പോലെ കഴുകനും 70 വയസ്സ് ജീവിക്കും. ആ 40 വയസ്സ് കഴിഞ്ഞ ഉടനെ അത് തന്റെ ശക്തിയെ പുതുപ്പിക്കുന്നു. അതുപോലെയാണ് ഇന്ന് കർത്താവ് നമ്മോട് പറയുന്നത്, നിന്റെ ശക്തി നഷ്ടപ്പെടുത്തരുത് എന്ന്. അപ്പോൾ നമ്മളും നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും, പല പോരാട്ടങ്ങളും, പല പ്രശ്നങ്ങളും, പല സമ്മർദ്ദങ്ങളും പലതിനെയും നേരിടേണ്ടി വരുമ്പോൾ നമ്മുടെ ശരീരബലം നഷ്ടപ്പെടുന്നു, ആത്മീയ ബലം നഷ്ടപ്പെടുന്നു. ഇതുപോലുള്ള പല ചുറ്റുപാടുകളെയും നാം നേരിടുമ്പോൾ നമ്മുടെ ശക്തിയും നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടാകുന്നു. പക്ഷെ ആ കഴുകിനെ പോലെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് കർത്താവ് നമ്മെ പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. ബൈബിളിൽ അത് എഴുതി വെച്ചിട്ടുമുണ്ട്. യേശു എത്ര സ്നേഹവാനായ ദൈവമാണ്. ഈ 40ാമത്തെ എപ്പിസോഡിൽ നിങ്ങളുടെ ശക്തി നഷ്ടപ്പെടുത്തരുത് എന്ന് പറഞ്ഞ ദൈവം ഈ കഴുകനെ പോലെ തന്നെ നമ്മെയും പഠിപ്പിക്കുകയാണ്. നമ്മുടെ ബലം നഷ്ടപ്പെടുമ്പോൾ എന്താണ് ചെയ്യുക? യെശയ്യാവ് 41-ാം അധ്യായത്തിലെ ആദ്യത്തെ വചനം നോക്കൂ. ജാതികൾ ശക്തിയെ പുതുക്കട്ടെ എന്നാണ് എഴുതിയിരിക്കുന്നത്. നമ്മുടെ ശക്തി നഷ്ടപ്പെടുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ശക്തിയെ പുതുക്കേണ്ടതാണ്. യെശയ്യാവ് 40-ാം അധ്യായം 31-ാം വചനം നാം വായിച്ചു നോക്കുകയാണെങ്കിൽ,
യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു പറക്കും എന്ന് പറയുന്നു. അതായത് യഹോവയെ നാം കാത്തിരിക്കുമ്പോൾ, കർത്താവിനു മുൻപാകെ നാം ശാന്തമായി ചെന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ആ കഴുകൻ എങ്ങനെയാണോ തന്റെ ശക്തിയെ പുതുക്കുന്നത്, അതേപോലെ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മിലേക്ക് ഇറങ്ങുമ്പോൾ മനുഷ്യന്റേതായ ഈ ജഡീക ശക്തികളെല്ലാം മാറി, അതായത് ഒരു ആത്മീയമായ ബലം നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു ബലം നമ്മെ കീഴടക്കുന്നു. അപ്പോഴാണ് നമുക്കൊരു പുതിയ ശക്തി ലഭിക്കുന്നത് എന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. നെഹമ്യാവ് 8-ാം അധ്യായത്തിലെ 10-ാം വചനം നാം വായിച്ചു നോക്കിയാൽ, കർത്താവിൽ സന്തോഷിച്ചിരിക്കുന്നതാണ് എന്റെ ശക്തി എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. കർത്താവിൽ നാം എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം. അതാണ് നമ്മുടെ ശക്തി. ഈ കഷ്ടപ്പാടുകളും പോരാട്ടങ്ങളും പ്രശ്നങ്ങളുമെല്ലാം നാം കർത്താവിൽ നിന്ന് അകന്നു പോകുമ്പോൾ തളർച്ചയായി കാണപ്പെടും. പക്ഷേ കർത്താവിൽ ജീവിക്കുമ്പോൾ എത്രയോ പ്രശ്നങ്ങളും പോരാട്ടങ്ങളും നമ്മെ പൊതിഞ്ഞാലും അത് നമ്മുടെ സന്തോഷത്തെയോ ശക്തിയെയോ നശിപ്പിക്കില്ല. കർത്താവിൽ ജീവിക്കുമ്പോൾ യഹോവയിങ്കലെ സന്തോഷം നിങ്ങളുടെ ബലമാകുന്നു എന്ന് നെഹമ്യാവ് 8:10 നാം വായിക്കുന്നു. അതേപോലെ തന്നെ പൗൽ എഴുതിയിട്ടുണ്ട് ഫിലിപ്പിയർ 4:13 എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മെ ശക്തീകരിക്കുന്ന ഒരു പരിശുദ്ധാത്മാവ് നമുക്കുണ്ട്. നമുക്ക് ബലഹീനതയുണ്ടാകുമ്പോൾ ശക്തി നൽകുന്ന ഒരു പരിശുദ്ധാത്മാവ് നമുക്കുണ്ട്. അവൻ നമ്മെ ശക്തീകരിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നമുക്ക് ബലമുണ്ട് എന്ന് വേദപുസ്തകത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. അതായത് ഇന്ന് നിങ്ങൾ തളർച്ചയോടുകൂടി, മനോധൈര്യം നഷ്ടപ്പെട്ട്, ശരീരബലവും നഷ്ടപ്പെട്ട്, ഏതെങ്കിലും ഒരു മനോവിഷമത്തിൽ തള്ളപ്പെട്ട സ്ഥിതിയിൽ ഒരുപക്ഷെ നിങ്ങൾ വിഷമത്തോടെ ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുകയാവാം. ബൈബിൾ വളരെ നന്നായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. 40 വയസ്സിൽ എപ്രകാരമാണോ കഴുകൻ തന്റെ ശക്തി പുതുക്കുന്നത്, വീണ്ടും 30 വർഷത്തോളം ആ ശക്തിയോടെ ജീവിക്കുന്നത്, അതേപോലെ എല്ലാം നഷ്ടപ്പെട്ടു, എനിക്കിനി ജീവിതമില്ല, ഇനി ജീവിക്കാൻ വഴിയില്ല, ശക്തി നഷ്ടപ്പെട്ട് തളർന്നുപോയി, ഒരുപക്ഷെ ദുഃഖത്തോടെയും ചഞ്ചല മനസ്സോടെയും സമ്മർദ്ദത്തോടെയും ഇനി എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു സ്ഥിതിയിലാണോ നിങ്ങൾ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്? അരുത് പ്രിയമുള്ളവരെ, നിങ്ങൾക്കൊരു പുതിയ ശക്തി നൽകുന്ന പരിശുദ്ധാത്മാവുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, കഴുകനെ പോലെ ആ 40 വയസ്സിൽ അതെങ്ങനെയാണോ ഒരു പുതിയ ശക്തി നേടുന്നത്, അതുപോലെ 40-ാമത്തെ എപ്പിസോഡിൽ നിങ്ങളോട് സംസാരിക്കുകയാണ്. കർത്താവ് എത്ര സ്നേഹമുള്ള ദൈവമാണ്, നമ്മളെ എത്ര മനോഹരമായിട്ടാണ് വഴി നയിക്കുന്നത്. അതെല്ലാം ചിന്തിച്ചു നോക്കുമ്പോൾ കർത്താവ് ഒരിക്കലും നാം തളർന്നു പോകാൻ അനുവദിക്കുകയില്ല എന്ന് മനസ്സിലാക്കാം. നിങ്ങൾ ബലഹീനരാകുമ്പോൾ, നിങ്ങൾ തളർന്നു പോകുമ്പോൾ എങ്ങനെ ഒരു പുതിയ ശക്തി പ്രാപിക്കാം എന്ന് കർത്താവ് നമ്മെ പഠിപ്പിച്ച് വഴി നയിക്കുന്നു. നമ്മുടെ കർത്താവിന് നമ്മളോടുള്ള സ്നേഹം എത്ര വലിയതാണ് അതാലോചിച്ചു നോക്കൂ. ഇപ്പോൾ കർത്താവിന്റെ ഉപദേശമനുസരിച്ച് കർത്താവിന് മുൻപാകെ ഇരുന്ന് നാം ഈ ശക്തി നേടുവാൻ പോകുന്നു. അതേപോലെ ധാരാളം പേർ നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അത് നിങ്ങൾക്ക് മനോവിഷമം ഉണ്ടാക്കിയിട്ടുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൽ നഷ്ടം സംഭവിച്ച് പല പ്രശ്നങ്ങൾ കാരണം ഇനി എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല, എന്റെ ജീവിതം തന്നെ അവസാനിച്ചു, എല്ലാം തീർന്നു എന്നൊക്കെ നിങ്ങൾ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരിക്കാം. വല്ലാതെ തളർന്നുപോയി, ദുഃഖിച്ച് അവശരായി, എനിക്കിനി ഒന്നും ചെയ്യാനില്ല എന്നുള്ള ഒരു സ്ഥിതിയിലായിരിക്കാം ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത്. യാദൃച്ഛികമായിട്ട് ഈ പരിപാടി നിങ്ങൾ കാണുന്നില്ലേ? യാദൃച്ഛികമായി ഈ സന്ദേശം നിങ്ങൾ കേൾക്കുന്നില്ലേ? ഈ വചനങ്ങൾ കേൾക്കുന്നില്ലേ? നിങ്ങൾ തളർന്നു പോകരുത്. നിങ്ങൾക്കൊരു ജീവിതമുണ്ട്. ഇപ്പോൾ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, നിങ്ങളുടെ ഹൃദയത്തിൽ ഇങ്ങനെ കൈവയ്ക്കുക. നിങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോകുന്നു. കർത്താവ് നിങ്ങൾക്ക് ശക്തി നൽകുന്നതാണ്. എല്ലാം കഴിഞ്ഞു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു. അല്ല, നിങ്ങൾക്കൊരു ജീവിതമുണ്ട്. അത് പുതിയ ജീവിതമാണ്. അത് നിങ്ങളെ പുനരുജ്ജീവിപ്പിക്കും. അത് നിങ്ങളെ പുതുക്കും. അത് നിങ്ങളെ ഉയർത്തും. നിങ്ങൾ ഇനിയാണ് ഫലം കായ്ക്കാൻ പോകുന്നത്. നിങ്ങൾ തളർന്നുപോയി എന്ന് കരുതി ഒരിക്കലും നിരാശരാകരുത്. നിങ്ങളങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? ഒരിക്കലും അങ്ങനെയല്ല. ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോകുന്നു. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കൈകൾ ഹൃദയത്തിൽ വെക്കുക. എന്നിട്ട് ഞങ്ങളോടൊപ്പം ചേർന്ന് നിങ്ങളും കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുക. കർത്താവിന്റെ ശക്തി നിങ്ങളെ നിറയ്ക്കും. ഹല്ലേലൂയ. കർത്താവെ, ഈ മനോഹരമായ നിമിഷത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഈ സമയത്ത് എന്തോ ഒരു പ്രശ്നം കാരണം തളർച്ച അനുഭവിക്കുന്ന ഈ മക്കൾക്കായി ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ശക്തി കൊണ്ട് ഈ മക്കളെ നിറയ്ക്കണമേ. അങ്ങയുടെ ശക്തി ഈ മക്കളുടെ മേൽ ഇറങ്ങട്ടെ. യേശുവിന്റെ നാമത്തിൽ മനോവിഷമവും മടുപ്പും കൊണ്ടുവരുന്ന എന്തു പ്രശ്നമായാലും ഇപ്പോൾ തന്നെ മാറട്ടെ കർത്താവേ. ഇവർ തളർന്നു പോകുന്നവരല്ല, ക്ഷീണിച്ചു പോകുന്നവർക്ക് ശക്തി നൽകി, ദുർബലരായവർക്ക് ശക്തി നൽകി അവരെ അഭിവൃദ്ധിപ്പെടുത്തി അനുഗ്രഹിക്കുന്ന ദൈവമാണങ്ങ്. ശക്തി കൊണ്ട് ഇവരെ നിറയ്ക്കണമേ, അനുഗ്രഹിക്കണമേ. ഇപ്പോൾ തന്നെ ഇവരുടെ തളർച്ചയെല്ലാം അപ്രത്യക്ഷമാകട്ടെ. ഇവരുടെ ഉന്മേഷത്തിനായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇവരെ പുനരുജ്ജീവിപ്പിക്കാനായി പ്രാർത്ഥിക്കുന്നു യേശുവേ. കഴുകൻ എങ്ങനെയാണോ തന്റെ ശക്തിയെ പുതുക്കുന്നത്,
അതുപോലെ പരിശുദ്ധാത്മാവ് തങ്ങളുടെ മക്കളെ പുതുക്കാനായി പ്രാർത്ഥിക്കുന്നു യേശുവേ. കർത്താവിന്റെ ശക്തിയിൽ ഈ മക്കളെ ഏൽപ്പിക്കുകയാണ്. ഇവർ മടുപ്പോടുകൂടി ജീവിക്കുന്നതല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. കർത്താവെ, വീണ്ടും ഇവരെ പുതുക്കി പുതിയ ശക്തിയോടുകൂടി ഇവർ ജീവിക്കുക എന്നതാണ് അങ്ങയുടെ ആഗ്രഹം. അതാണ് അങ്ങയുടെ ഹിതം. അങ്ങയുടെ ഹിതം ഈ മക്കളിൽ നിറവേറുമാറാകട്ടെ. ഇവർക്കൊരു ജീവിതം നൽകണമേ. ഇവർക്കൊരു ജീവിതം നൽകാൻ വേണ്ടിയല്ലേ കുരിശിൽ അങ്ങ് ജീവത്യാഗം ചെയ്തത്. യേശുവേ, ഈ മക്കൾക്കൊരു നല്ല ജീവിതം ഉണ്ടാകട്ടെ. ഇവർ തലയുയർത്തി നിൽക്കട്ടെ യേശുവേ. പുതുക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു, നന്മ ചെയ്യുന്നതിനായി പ്രാർത്ഥിക്കുന്നു യേശുവേ. ഇവരുടെ ശക്തി പുതുക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരങ്ങളിൽ ഇവരെ ഏൽപ്പിക്കുന്നു കർത്താവേ. അങ്ങ് ചുമതല ഏറ്റെടുത്തതിനായി സ്തോത്രം. കർത്താവ് അങ്ങനെ ചെയ്ത് അങ്ങയുടെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. യേശുവിന്റെ ശക്തമായ നാമം മഹത്വപ്പെടട്ടെ. രക്ഷിതാവായ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, നല്ല പിതാവേ. ആമേൻ, ആമേൻ. പ്രിയമുള്ളവരെ, ഇന്നത്തെ പരിപാടി നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായിരുന്നിരിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ലഭിച്ച നന്മകളെക്കുറിച്ചും അനുഗ്രഹങ്ങളെക്കുറിച്ചും ഞങ്ങളെ അറിയിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനാക്കുറിപ്പുകൾ എന്തുതന്നെയായാലും അത് ഇമെയിലിലൂടെയോ കത്തുകളിലൂടെയോ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്കായി പ്രാർത്ഥിക്കാനും ഉപദേശങ്ങൾ നൽകാനും സഹോദരൻ മോഹൻ സി ലാസറസ് അവർകളും ദൈവ ശുശ്രൂഷകരും തയ്യാറായിരിക്കുകയാണ്. നാളെ ശനിയാഴ്ച സത്യം ടിവിയിലും ജീസസ് റിഡീംസ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും സംപ്രേഷണം ചെയ്യാനിരിക്കുന്ന വരുവിൻ പ്രാർത്ഥിക്കാം എന്ന പരിപാടി മറക്കാതെ കാണുക. വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയം ഇതേ പരിപാടിയിലൂടെ നമുക്ക് കാണാം. അതുവരെ ദൈവകൃപ നിങ്ങളോടൊത്തുണ്ടാകുമാറാകട്ടെ. For further details and prayer support, contact Jesus Redeems Ministries, Nalumavudi, Thoothukudi District, 628-211. Our phone number 04639 353535. info@jesusredeems.org. Our website www.jesusredeems.com. God bless you.